അടുത്ത മാസം രാജ്യത്തൊരു നിർണായകമായ നീക്കം നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായിട്ടാണ് വിവരം. പാർലമെന്റിന്റെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടും. നമുക്കറിയാം, അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടാറുള്ളത്. പക്ഷേ ഇത്തവണ സെപ്റ്റംബർ 15 ശേഷം അതുണ്ടാകുമെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. കാരണം ബ്രിക്സിന്റെ ഉച്ചകോടി നടക്കുകയാണ് 11, 12, 13 തീയതികളിൽ. 15-ാം തീയതിയോട് കൂടി പാർലമെന്റ് പ്രത്യേക സെഷൻ വിളിച്ചു ചേർക്കും. അവിടെ വനിതാ സംവരണ ബില്ല്, ഒപ്പം തന്നെ ഈ ഡീലിമിറ്റേഷൻ ബില്ല് അടക്കം കൊണ്ടുവരാനുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. ഇനി FCRന്റെ ബില്ലുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് അനൗദ്യോഗികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കോൺഗ്രസ് പറയുന്നത് പ്രഖ്യാപനം വരുന്നവരെ കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനം വന്നതിന് ശേഷം തങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ കേന്ദ്രം നടത്തുന്ന ഒരു വലിയ നീക്കത്തിൽ NCPയും DMKയും മന്ത്രിസഭയിലേക്ക് ചേരും. അങ്ങനെയെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബില്ലുകളൊക്കെ പാസ്സാക്കി എടുക്കാൻ കഴിയും. DMKയും NCPയും ഒക്കെ മന്ത്രിസഭയിലേക്ക് ചേരുന്നത്, പ്രത്യേകിച്ച് കനിമൊഴിയും ശരത് പവാറിന്റെ മകള് സുപ്രിയ സുലെയും ഒക്കെയാണ് ഈ മന്ത്രിസഭയിലേക്ക് വരുന്നത്. ഇത് കൂടാതെ തന്നെ മുൻപ് NDAയുടെ ഭാഗമായിരുന്നു, പിന്നെ NDAയിൽ നിന്ന് പിണങ്ങിപ്പോയ ശിരോമണി അകാലിദളിന്റെ നേതാവ് ഹസ്രത് കൗർ ബാദൽ മന്ത്രിയാകും. ഒപ്പം തന്നെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിന്റെ ശ്രീകാന്ത് ഷിൻഡെ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയരും എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. കാരണം ഇപ്പോൾ കൂടുതൽ പേർ ഉദ്ധവ് താക്കറെയും മറ്റുമൊക്കെ ഷിൻഡെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശിവസേനയുടെ ശക്തി കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് ചില കക്ഷികൾ കൂടി NDA പാളയത്തിലേക്ക് എത്തും. അവർക്കുമൊക്കെ ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടും. ഒരുപക്ഷെ 20ഓളം മന്ത്രിമാർ, ഇപ്പോൾ നിലവിലുള്ള 20ഓളം മന്ത്രിമാർ മാറുകയോ വകുപ്പുകൾ മാറുകയോ ചെയ്യാനുള്ള സാധ്യതകളാണ് ഏറി നിൽക്കുന്നത്. പുതിയ അംഗങ്ങൾ വരും. പ്രത്യേകിച്ച് ഈ NCP, DMK, ഒപ്പം തന്നെ അകാലിദൾ തുടങ്ങിയ പാർട്ടികളൊക്കെ ഉണ്ടാകും. ഏതായാലും ഈ സെപ്റ്റംബറിലെ സമ്മേളനം എന്ന് പറയുന്നത് പഴയതുപോലത്തെ ഒരു സമ്മേളനമായിരിക്കാൻ സാധ്യതയില്ല. പ്രതിപക്ഷത്ത് വലിയ വിള്ളലുകൾ തന്നെ സൃഷ്ടിക്കാനാണ് NDAയുടെ നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.